എല്ലാ വണ്ടി പ്രേമിക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വർക്കിനുള്ള വണ്ടി എന്ന് വെച്ചാൽ ഹൈക്രോസ് GXO ആണ്. അപ്പോൾ GXOയ്ക്കും ജി എക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻസർ വരും, അതേപോലെ തന്നെ ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരും. അതാണ് GXും GXOയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ 360 ക്യാമും വരും. ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് ആണ് GXും GXOയും തമ്മിലുള്ളത്. അപ്പം ഈ ഒരു വെഹിക്കിൾ നമുക്ക് വന്നിരിക്കുന്ന കരുനാഗപ്പള്ളി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 years വരുന്ന ഗ്രാഫൈൻ കോട്ടിങ്, അതേപോലെ തന്നെ നമുക്ക് ഡ്രൈ കളർ ഫോഗ് ലാമ്പ്, പിന്നെ നമുക്ക് ഹൈസ്കൂള് ഫ്രണ്ട് ഗ്ലാസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ സൈഡ് ഗ്ലാസ്സിൽ നമുക്ക് 50% ഡാർക്ക്നെസ് പേപ്പർ, അതേപോലെ തന്നെ നമുക്ക് MLF ഫ്ലോർ മാറ്റ്, അതായത് ഫുൾ മാറ്റാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ GFX മാറ്റും കൂടെയാണ് ഈ ഒരു വെഹിക്കിളിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓവർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് സ്റ്റോക്ക് ഫോഗ് ലാമ്പ് ഇതിനകത്തുണ്ട്. ഈ ഫോഗ് ലാമ്പ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈ കളർ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതപ്പം നമ്മൾ GPN എന്നുള്ള ബ്രാൻഡിൻ്റെ 150 വാട്ട്സിൻ്റെ ഫോഗ് ലാമ്പാണ് ഇതിനകത്ത് വേണ്ടി എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഫോഗ് ലാമ്പ് കവർ നമ്മളിപ്പം ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇപ്പം GX ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബെസൽ വരത്തില്ല. ബെസൽ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മളേന്ന് വരുന്നത്. പോരാത്തിന് നമുക്ക് ഹൈയും ലോയും വർക്ക് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വയറും കിറ്റും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ വരുമെന്നായിരിക്കും എല്ലാവരും ഡൗട്ട്. അങ്ങനെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഡയറക്റ്റ് തന്നെ നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റും. പോരാത്തിന് നമുക്ക് ഇവിടെ അതിൻ്റെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. പോരാത്ത ഇപ്പോൾ അടുത്ത വണ്ടിയുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ MLF ഫ്ലോർ മാറ്റാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വെഹിക്കിളിന് വേണ്ടി മാത്രം വരുന്ന ഒരു മാറ്റാണ്. അപ്പോൾ നമുക്ക് സീറ്റ് കാര്യങ്ങളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ളത്. സീറ്റ് മാത്രം റിമൂവ് ചെയ്താൽ പോരാ, നമുക്ക് സൈഡ് പാനൽസുകൾ, അതേപോലെ തന്നെ നമുക്ക് സെൻറ്റർ കൺസോൾസ് റിമൂവ് ചെയ്യണം. പിന്നെ ഫുള്ള് ഫ്ലോർ നമുക്ക് ക്ലീൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് മാറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്തുള്ള മെയിൻ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഗ്രഫൈൻ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരെ ഈ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ ഹൈക്രോസിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ സെൻറ്റർ കൺസോള് കാര്യങ്ങളൊക്കെ ഫുള്ള് റിമൂവ് ചെയ്തിരിക്കണം. കാര്യം നമുക്ക് അതിനകത്ത് MLF ഫ്ലോർ മാറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ MLF ഫ്ലോർ മാറ്റ് എന്ന് വെച്ചാൽ നമ്മളെ സാധാ വിരലിനേക്കാളും ഒരു 2 ഇരട്ടി കട്ടി വരുന്ന ഒരു പ്രോഡക്റ്റാണ്. പോരാത്തിൽ നമുക്കിത് 1 year വാറണ്ടി വരുന്നുണ്ട്. പിന്നെയുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഗമ്മോ കാര്യങ്ങളോ ഒഴിച്ചല്ല ഇത് സംഭവം സ്റ്റിക്ക് ചെയ്യുന്ന. ഇത് വെൽക്രോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇത് നമ്മളെ അടിയിൽ, ഇതിൻ്റെ അടിയിൽ ഒരു ഡബിൾ സൈഡിങ് ഉണ്ട്. ഇത് നമ്മളെ MLFൻ്റെ അടിയിൽ സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് തന്നെ നമ്മൾ നേരെ ഈ ഒരു പീസ് നമുക്കിവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ടൈപ്പിലാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് എവിടെയും വേറെ കട്ടിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കമ്പനി പോർട്ടുകളല്ലാതെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എവിടെയും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. പോരാത്തതിന് നമുക്ക് എഡ്ജുകളൊന്നും, നമുക്കിപ്പം കറുവുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഈ ഒരു മാറ്റ് വരുന്ന വെച്ചാൽ നമ്മുടെ കമ്പനി OEM മാറ്റിൻ്റെ ഫിറ്റ്മെൻറ്റിൻ്റെ ഡൈ എടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എല്ലാം ഫിറ്റ്മെൻറ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഹൈക്രോസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഒറ്റ ഷീറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നോവ അതേപോലെ തന്നെ ഫോർച്യൂണർ ഇങ്ങനെയുള്ള വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പീസാണ് വരുന്നത്. അതായത് സെൻട്രൽ പീസ്, അതായത് ഫ്രണ്ട് 2 ഡ്രോയിലും ഒരു പീസും ബാക്കിലോട്ട് ഒരു പീസുമായിട്ടാണ്, അങ്ങനെ 2 പീസാണ് വരുന്നത്. പക്ഷേ ഹൈക്രോസ് അങ്ങനെയുള്ള വെഹിക്കിളെല്ലാം നമുക്ക് ഒറ്റ പീസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് ഇന്ന് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വലിയ വെഹിക്കിൾസ് സമയം എടുക്കും. ചെറിയ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 അല്ലെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. പക്ഷേ വലിയ വെഹിക്കിൾ ആവുന്ന നേരത്ത് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഇറക്കാനും തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നല്ല ടൈം എടുക്കും. അതുകൊണ്ടാണ് വലിയ വെഹിക്കിൾ ചെയ്യാൻ നമുക്ക് 2-2.5-3 മണിക്കൂർ നമുക്ക് പോകാം കേട്ടോ. പിന്നെ ഒട്ടുമിക്ക വെഹിക്കിൾസിനും നമുക്ക് ഈ ഒരു MLF മാറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ MLF മാറ്റ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് MLF മാറ്റ് ഇതാ ഇവിടം പോരാ, അതായത് നമ്മളെ ഈ ഡിക്കിയുടെ ഈ പോർഷൻ വരെ വരും. അപ്പോൾ MLF ചെയ്യാൻ നേരത്ത് നമ്മളിതാ ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു കട്ടിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പിന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടുള്ള ബോൾട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉൾവശത്തുള്ള ഈ ക്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പ് ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റെപ്പിനെ റിമൂവ് ചെയ്യാനായിട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം മിക്കുള്ളവർ നമ്മുടെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇത് എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്യണേന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതിന് വേണ്ടിയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വെഹിക്കിളിനകത്ത് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ചാൽ ഫോഗ് ലാമ്പാണ്. അപ്പോൾ നമ്മുടെ GPNE ബ്രാൻഡിൻ്റെ ഫോഗ് ലാമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാ ഉണ്ടല്ലോ, GPNE ബ്രാൻഡിൻ്റെ ഫോഗ് ലാമ്പും അതേപോലെ തന്നെ നമ്മളൊരു വയറിംഗ് കിറ്റും എടുത്തിട്ടുണ്ട്. ഇത് ലുമാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വയറിംഗ് കിറ്റാണ്. അതായത് ടൊയോട്ട, മാരുതിയിലൊക്കെ ജെനുവൻ സാധനങ്ങൾ ചെയ്യുന്ന ബ്രാൻഡ് തന്നെയാണ് ലുമാക്സ്. ആൻഡ് ഹെഡ് ലാമ്പ് ആയിക്കോട്ടെ, ടെയിൽ ലാമ്പ് ആയിക്കോട്ടെ, മിക്ക ബ്രാൻഡുകളുടെ ടെയിൽ ലാമ്പ് ഹെഡ് ലാമ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ ലുമാക്സ് ആണ്. അപ്പോൾ അവർക്കുള്ള വയറിംഗ് കിറ്റാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് അതിനകത്ത് OEM സ്വിച്ച്, അതേപോലെ തന്നെ 2 അപ്ലയർ, അതേപോലെ റിലേ കാര്യങ്ങൾ വരും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹൈ ബീമിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പ് ഫോഗ് ലാമ്പിനകത്ത് നമുക്ക് ലോ ബീമും അതേപോലെ ഹൈ ബീമും വരുന്നൊരു മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ട്രൈ കളറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ബ്ലൂ ലെൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഈ ഒരു പ്രൊജക്ടർ കാണാനായിട്ട്.
നല്ല അത്രയും ക്വാളിറ്റി. അത് മാത്രമല്ല ഒരു 150 വാട്ട്സ് അതേപോലെ 6500 കെൽവിനാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. പോരാത്തതിന് നമുക്ക് ഹൈക്രോസിനകത്ത് നമുക്ക് 3 ഇഞ്ച് ഫോഗ് ലാമ്പ് നമുക്ക് 2 പേർ, അതായത് 4 പീസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ബെസൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതാ ഇതൊന്ന് ആഡ് ചെയ്യാം അതിനകത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഹൈക്രോസിനകത്ത് ഇരുന്ന ഫോഗ് ലാമ്പ്, ഒറിജിനൽ ഫോഗ് ലാമ്പാണ്. അപ്പോൾ ഈ ഒരു ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ GTൻ്റെ ഡ്രൈ കളർ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാവരും ചോദിക്കുന്ന വയർ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുമോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് ഇന്ന് വയർ കട്ടിങ് ചെയ്യേണ്ട കാര്യമില്ല, കറക്റ്റ് കപ്ലർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കപ്ലറൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വയർ ചെയ്തിരിക്കുന്നുണ്ടല്ലേ, വയർ ചെയ്തിരിക്കുന്ന തന്നെ കറക്റ്റ് കമ്പനി വയറിൻ്റെ കൂടെയാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ സ്ലീവ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ വയറിംഗ് കിറ്റിനകത്തുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഫുള്ള് കണക്ഷൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ വെഹിക്കിളിനകത്ത് വീലാർച്ച് അതേപോലെ തന്നെ നമുക്ക് പോളിഷ് ഇടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോളിഷിനകത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്ത് ഗ്രാഫിൻ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടാ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന മാറ്റ് കണ്ടില്ലേ, ഇത് നമ്മളെ ക്യൂപ്പോ മാക്സ് എന്ന് പറയുന്ന മാറ്റാണ് എടുത്തിരിക്കുന്നത്. പ്രാവശ്യം GFX ആയിരുന്നു, പക്ഷേ അതിന് പകരമായിട്ട് ക്യൂപ്പോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഡിക്കി മാറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിക്കിയിൽ മാറ്റ് വരുന്നുണ്ട്. പോരാത്തതിന് GXും അതേപോലെ തന്നെ GX ഓയിലും ഡിക്കിയിൽ ഇവിടെ പാഡ് വരത്തില്ല, VX തൊട്ടുള്ള ഓപ്ഷനിലാണ്. നമുക്ക് ഡിക്കിയിൽ ഇവിടെ ഒരു കവർ വരും, അതായത് സ്റ്റെപ്പിനീര റിമൂവബിൾ ആയിട്ടുള്ള ടൂള് കാര്യങ്ങളൊക്കെ ZX അങ്ങനെയുള്ള വേരിയൻറ്റിലൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പം ഈ ഒരു പോർഷനിൽ നമുക്ക് സബ് ഓഫർ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം GXനും GX ഓയ്ക്കും ഇവിടെ പാഡോ കാര്യങ്ങളോ വരത്തില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് റൂഫ് റെയിൽ അലൂമിനിയം അല്ല ഫൈബറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഹെൻഡക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റൂഫ് റെയിലും അതേപോലെ തന്നെ നമ്മളിതാ BRKയുടെ സൈഡ് വീലാർച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിക്കിംഗ് ആണ് വരുന്നത്, കാര്യം സ്റ്റോക്ക് ആണെങ്കിൽ പോലും ഡബിൾ സൈഡ് സ്റ്റിക്കിംഗ് ആണ് കേട്ടോ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വീലാർച്ച് നമ്മളെ ZXലും അതേപോലെ ZXലും മാത്രമാണ് ഈ വീലാർച്ച് വരുന്നത്. കാര്യം ഇത് മോഡലിസ്റ്റ് കിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീലാർച്ച് മസ്റ്റ് ആയിട്ട് വേണം. മോഡലിസ്റ്റയുടെ മാത്രം പ്രൈസ് അല്ല, വീലാർച്ചും കൂടെ എടുക്കുന്നത്, വീലാർച്ചിൻ്റെ പ്രൈസും കൂടെ ആഡ് ആയിട്ട് വരും. മോഡലിസ്റ്റ് നമ്മൾ റേറ്റ് പറയാൻ നേരത്ത് വീലാർച്ച് എക്സ്ട്രാ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളെ മാറ്റ് ഉണ്ടല്ലോ, മാറ്റ് നമുക്ക് സെക്കൻഡ് റോയിൽ സിംഗിൾ മാറ്റാണ്, അതേപോലെ തന്നെ ബാക്ക് ഡ്രോയിലും സിംഗിൾ മാറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമ്മൾ MLFൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫൈൻ കോട്ടിങ് ചെയ്യണം, അതാണ് ഇനി ഇതിനകത്ത് ലാസ്റ്റ് വർക്ക് എന്നുള്ളത്. അപ്പോൾ ഇത് MLF മാറ്റ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്തുണ്ടല്ലോ, ഇതിൻ്റെ കട്ടിങ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടായിരിക്കും വരുന്നത്. പോരാത്തതിന് ഇതിനകത്ത് വാട്ടർ പ്രൂഫാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വെഹിക്കിളുകളിൽ നമുക്ക് വാട്ടർ പ്രൂഫ് എന്ന് പറയാനില്ല, കാര്യം നമുക്ക് വെള്ളം ഒഴിച്ചാലും സൈഡിലേക്ക് ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം കൂടെ തുടച്ചെടുക്കുന്നത് വൃത്തിയായിരിക്കും. നമ്മൾ ഹാഷ് ബാക്ക് സെഡാൻ ഇങ്ങനെയുള്ള വെഹിക്കിളാണെങ്കിൽ വലിയ സീൻ വരത്തില്ല. പക്ഷേ SUV ഇങ്ങനെയുള്ള മോഡലുകളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതിപ്പോൾ സാധാ വിനയിൽ ഏതായാലും ആ ഒരു ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ വിനയിൽ കീറാനൊക്കെ ചാൻസ് വരുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രൈ കളർ ഫോഗ് ലാമ്പ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ട്രൈ കളർ ഫോഗ് ലാമ്പ് വേറെ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും ഈ വെഹിക്കിളിനകത്തില്ല. ആ പടത്തിൽ നമുക്ക് MLF ഫ്ലോർ മാറ്റും അതേപോലെ ട്രൈ കളർ ഫോഗ് ലാമ്പ് വീൽ ആർച്ച് അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. പിന്നെ ഈ ഒരു സ്വിച്ച് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ബ്രൈറ്റിന് വേണ്ടിയിട്ടാണ്, അതായത് ഹൈ ബീമിന് വേണ്ടിയിട്ടാണ്. ലോ ബീമും ഹൈ ബീമും വർക്ക് ആവാനാണ് ഈ ഒരു സ്വിച്ച് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഹൈക്രോസിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ പറയാൻ വിട്ടുപോയ കേസ് ഇതിനകത്ത് നമ്മൾ ഫ്രണ്ട് ആൻറ്റി ക്ലെയർ അതായത് ഐസ് കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈഡിലേക്ക് വേണ്ടി സ്മോക്ക് ലൈറ്റുമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വെഹിക്കിളിനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അഗേഹ ബ്ലൂ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.